ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയുടെ അരികിൽ വന്നിട്ട് പറയാണ്, നിൻ്റെ മകൻ എന്നെ തിരക്കുന്നുണ്ടാവും, നീ ഒന്ന് പോയി നോക്ക്, അതല്ലേ വേണ്ടതെന്ന് പറയണം കേട്ടോ. എൻ്റെ മകൻ എന്നെ തിരക്കുന്നുണ്ടെങ്കിൽ ഈ ആശുപത്രിയിൽ വെച്ച് എനിക്കുള്ള പണി അവൻ തരാനാണ്. ഇവിടെ വെച്ച് എല്ലാവർക്കും മുന്നിൽ അമ്മയെന്ന് നോക്കാതെ അവൻ എൻ്റെ മുഖം അങ്ങ് വലിച്ചൂരും. പിന്നീട് ഞാൻ കേൾക്കേണ്ടി വരുന്നത് എന്താവും? ഈ അളകനന്ദയിലെ പത്മ ആകെ മറ്റുള്ളവർക്ക് മുന്നിൽ തല പൊന്തിക്കാനാവാതെ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. അതിനുള്ളൊരു സാഹചര്യം നിങ്ങളായിട്ട് മനുഷ്യ എനിക്ക് ഉണ്ടാക്കി തരേണ്ട, ഞാനങ്ങ് പോയിക്കോളാം, അതോടുകൂടി കഥ തീർന്നില്ലേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇക്കാര്യങ്ങളൊക്കെ അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അത് കേട്ട് നിൽക്കാൻ യതീന്ദ്രന് കഴിയില്ല. നീ എന്തോ ചെയ്തോ, പക്ഷേ സൂര്യയാണെങ്കിലോ ഇങ്ങനെ കണ്ണും തള്ളി പുറത്തോട്ട് നോക്കി നിൽക്കാണ്. നന്ദിനി ഒന്ന് വന്നെങ്കിൽ എന്ന പ്രതീക്ഷയാണ് കേട്ടോ. തൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയോ എന്ന പ്രതീക്ഷയോടുകൂടി സൂര്യ നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വീണ്ടും അച്ഛൻ കടന്നു വരുന്നു. അപ്പോൾ പത്മ പോകുന്നത് കാണുമ്പോൾ എന്തിനാ ഇനി നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വിജയ് ഈ പറയുന്ന ഇന്ദ്രജയെയും വേദയും കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോവുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ഈ സൂര്യയുടെ മുന്നിലോട്ട് യതീന്ദ്രൻ ചെല്ലുന്നതാണ്. പക്ഷേ സൂര്യ പ്രതീക്ഷിച്ചത് നന്ദിനിയായിരുന്നു, പക്ഷേ യതീന്ദ്രനെയാണ് കാണുന്നത്. അങ്ങനെ യതീന്ദ്രൻ സൂര്യയുടെ അരികിലോട്ട് വന്നിട്ട്, എന്താടാ നീ കാണിച്ചത്? നിനക്ക് വല്ല ഭ്രാന്തും പിടിച്ചോ? ആവേശമൊക്കെ ആവാം, ഇത്രത്തോളം അങ്ങ് വേണ്ടിയിരുന്നില്ല, ഇത്രത്തോളമൊക്കെ അങ്ങ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. എന്താ അച്ഛാ ഈ പറയുന്നത്? അച്ഛൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പറയുകയാണോ? അത് കേൾക്കുന്നതിനോടുകൂടി യതീന്ദ്രൻ ചോദിക്കുക, ഞാൻ എപ്പോൾ നിന്നോട് പറഞ്ഞു? അച്ഛനൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ആ നന്ദിനിക്കിടയിലുള്ള ആ സംസാരം കേട്ടോ പത്മയോട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തത്, എന്നെയും എൻ്റെ വീട്ടുകാരെയും നിങ്ങൾ കൊല്ലാതെ വിട്ടതിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രൻ അവിടുന്ന് മുങ്ങുന്നൊരു സീനുണ്ടല്ലോ. അതായത് യതീന്ദ്രൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് തൻ്റെ ഫോൺ എടുത്ത് സൂര്യക്ക് വിളിക്കുക. സൂര്യയാണെങ്കിലോ നല്ല ഉറക്കമാണ്. താൻ പറഞ്ഞത് അത് ശരിക്കും തന്നെ, അവളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടോട്ടെ, എൻ്റെ കൂടെ അവൾ ഒരിക്കലും ഭാര്യയാവില്ല, തനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യ നല്ല ഉറക്കത്തിലാണ്. ആ സമയം സൂര്യ എങ്ങനെ ഫോൺ എടുക്കുക, എന്താ അച്ഛാ രാവിലെ തന്നെ? എടാ നീ എന്ത് പൊട്ടത്തരാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? അപ്പോൾ എന്താ അച്ഛാ ഞാൻ കാണിച്ചത്? നീ ആ നന്ദിനിയോട് നിൻ്റെ ഭാര്യയല്ല അവളെ ഭാര്യയായി കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നീ അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്തിനാ? അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ എന്താ അച്ഛാ ഈ പറയുന്നത്? എനിക്ക് അവളെ ഭാര്യയായി കാണാൻ കഴിയില്ല. ഞാൻ ഈ ലോകത്ത് ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അവളെ തന്നെ എനിക്ക് സ്നേഹിക്കാനും കഴിയുള്ളൂ. വെറുതെ ആ പെണ്ണിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് എന്താ? അവൾ പോയിക്കോട്ടെ. എടാ നിൻ്റെ അമ്മയോടും മറ്റുള്ളവരോടും നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? ഇനിയിപ്പോൾ പ്രതികാരത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് എന്തിനാ? അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ കുടുംബങ്ങളുമായി സ്നേഹത്തോടു കൂടി കഴിഞ്ഞോട്ടെ, അവൾ സ്വതന്ത്രമായിക്കോട്ടെ. എന്തിനാ ഈ കിളിയെ പോലെ കൂട്ടിലടക്കപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നീ എന്ത് വിഡ്ഢിത്തരാണടാ ഈ പറയുന്നത്? ഇന്നിപ്പോൾ നീ പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കും. എന്നും അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു പെണ്ണാണ് അവൾ, ഇവിടെ നിന്നും പോകാൻ പാടില്ല. ഇത് ഈ അച്ഛൻ്റെ അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണെന്ന് കേട്ടോ. നീ അങ്ങനെയെങ്കിലും വിചാരിച്ച് നീ ദയവ് ചെയ്ത് അവളെ ഇവിടെ പിടിച്ചു നിർത്തുക. അതെങ്ങനെയാ അച്ഛാ? ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നു. അവളോട് അത്രയും കാഠിന്യമായിട്ടുള്ള വാക്കുകളല്ലേ ഞാൻ പറഞ്ഞത്? അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല, ഭാര്യയായി കണ്ടിട്ടില്ല, നീ പോയിക്കോളൂ, എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാൻ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ, അതൊന്നും എനിക്കറിയില്ല, നീ എന്താ ചെയ്യുമെന്ന് പറയാനേട്ടാ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ആ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൈ മുറിച്ച് നന്ദിനിയെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയത്. നന്ദിനി ഇവിടെ നിന്നില്ലേ? അതോ നന്ദിനി പോയോ? അച്ഛൻ പറ. എടാ നീ എന്താടാ? അപ്പോഴാണ് നന്ദിനി കയറി വരുന്നത് കേട്ടോ. എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം നീ ചെയ്യണമായിരുന്നോ എന്ന് യതീന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. ഈ ചോദ്യം അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ, പിന്നെ അച്ഛന് വേണ്ടിയല്ലേ ഈ മകൻ ജീവിക്കുന്നത്, അപ്പോൾ അച്ഛന് വേണ്ടിയല്ലാതെ മറ്റാർക്ക്? അപ്പോൾ നന്ദിനി ആണെങ്കിൽ ആകെ ഒരുമാതിരി ആയിട്ടുണ്ട്. തനിക്ക് തന്നോട് പോവാൻ പറയുകയും പിന്നീട് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത് ചെയ്യുകയും ഇവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നന്ദിനി വരുന്നത്. അപ്പോൾ നന്ദിനിയെ കാണുമ്പോൾ സൂര്യ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ ആ സംസാരം നിർത്തുകയാണ്. അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അച്ഛൻ എന്നോട് പറഞ്ഞു ഇവളെ ഇവിടെ പിടിച്ചു നിർത്തണം, ഇവളെ ഇവിടെ നിൽക്കണമെന്ന്. അപ്പം അച്ഛൻ്റെ ആഗ്രഹമല്ലേ? അപ്പം നന്ദിനിയോട് ഞാൻ പോവേണ്ടെന്നും പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ മുന്നിൽ ഈ ആത്മഹത്യ തന്നെയുള്ളൂ. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ നന്ദിനി അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ എനിക്കതാണ് വലുതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക്
ആരതി കയറി വരുന്നത്. ആരതിയാണെങ്കിലോ കരഞ്ഞും കൊണ്ടാണ് വരുന്നത്. ഏട്ടാ, ഏട്ടന് ഞാൻ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ, ഏട്ടൻ്റെ മനസ്സിൽ ഇത്രമാത്രം അങ്ങ് തറച്ചു എന്ന് അറിഞ്ഞില്ല. അപ്പോഴാണ് കേട്ടോ യതീന്ദ്രൻ ചോദിക്കുന്നത്, മോനെ നീ എന്തിനാണ് നന്ദിനിയോട് ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഈ നന്ദിനി വരുന്നതിന് മുന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, എന്നോട് ആരതി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പെണ്ണിൻ്റെ ജീവിതം ഞാനായിട്ട് തകർക്കുന്നത് ശരിയല്ല, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ആ തെറ്റ് ഇനിയും ആവർത്തിച്ച് കൊണ്ടുപോയാൽ അത് വലിയൊരു തെറ്റായി മാറും. അതുകൊണ്ട് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സ്പോട്ടിന് തന്നെ അവളോട് വീട് വിട്ട് ഇറങ്ങാൻ പറഞ്ഞത്. എടാ, എന്നാലും നീ വിഡിത്തം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു വിഡിത്തം നീ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ആരതി കയറി വരുന്നത്. അങ്ങനെ ആരതി പറയാണ്, ഞാൻ ഏട്ടനോട് സോറി പറയുന്നു ഏട്ടാ, എന്നാലും എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഇത്രയും തറയുന്ന വാക്കുകളാണോ ഞാൻ കൊള്ളിച്ച് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏട്ടന് എന്നാലും കൈയൊക്കെ മുറിക്കണോ, ഇത്രമാത്രം വേദന ഏട്ടനെ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആരതി കരയുമ്പോൾ, ഏടി അങ്ങനെയൊന്നുമില്ല, നീ ഒന്ന് കരച്ചിൽ നിർത്തിക്കേ, നിൻ്റെ കരച്ചിൽ കാണുമ്പോഴാണ് എനിക്ക് വേദന എന്ന് സൂര്യ പറയാൻ കേട്ടോ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണത്, ആരതി ഇങ്ങ് വന്നേന്ന് പറയാം. അപ്പോൾ ആരതിയാണെങ്കിലോ യതീന്ദ്രനെ കണ്ട പാട് പറയണ, സോറി അങ്കിൾ, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ നന്ദിനിയെ പലിശക്കാരൻ വഴക്ക് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നന്ദിനി കൂടെയുണ്ട് കേട്ടോ. പക്ഷെ നന്ദിനി ഒരു തരം മരവിച്ചതുപോലെയാണ് നന്ദിനി. കാരണം നന്ദിനിക്ക് ഒന്നും പറയാനാവുന്നില്ല. കാരണം താൻ എവിടെയാണ് ശരി, എന്താണ് ശരി, തനിക്ക് പോകാനും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ 3 മാസം കൈയിളക്കാൻ ചലിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ ആശ്രയമില്ലാതെ നിൽക്കാനും പറ്റില്ല. സൂര്യയാണെങ്കിൽ നല്ലൊരു സ്വഭാവക്കാരനാണെന്നും അറിയാം. അങ്ങനെ ഈ സമയമാണെങ്കിലോ ആരതി ഇങ്ങനെ പറയുകയാണ്, സോറി ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയಬೇಡಿ, നിന്നോട് ഞാനല്ലേ നന്ദി പറയേണ്ടത്, നീ എന്തായാലും എനിക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നു. എനിക്ക് നന്ദിനിയുടെയും സൂര്യയുടെയും ജീവിതം മാറി മറിയണം, അത് ഈ അച്ഛനായ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നന്ദിനി പറയണേ, ഇല്ല, മുറ്റത്ത് വെച്ച് എൻ്റെ താലി പൊട്ടിക്കാൻ നോക്കിയാൽ വീട്ടിലോട്ട് ഇനി ഞാനില്ല അച്ഛ, ദയവ് ചെയ്ത് എന്നെ വിളിക്കല്ലേ. അത് കേൾക്കുന്നതിനോടുകൂടി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇനി ആ വീട്ടിലോട്ട് തന്നെ വരണം. ഇല്ല അച്ഛാ, ഞാൻ ഇനി വരില്ല എന്ന് നന്ദിനി പറയാണ്. ഏതൊരു അഭിമാനമുള്ള പെണ്ണും ഇനി അങ്ങോട്ടേക്ക് കയറി വരില്ല എന്ന് പറയണം. അത് കേൾക്കുന്നതിനോട് കൂടി, അതെനിക്കറിയാം മോളെ, പക്ഷെ ഞാൻ എൻ്റെ മകന് വേണ്ടി നിൻ്റെ കാല് പിടിക്കുക, ഈ അച്ഛനോട് മാപ്പ് പറയാം. എന്തിനു വേണ്ടി എന്നറിയോ, എൻ്റെ മകനിപ്പോൾ ഒരാളില്ലാതെ കഴിയില്ല, വയസ്സനായ എന്നെക്കൊണ്ട് അവനെ നോക്കാനും കഴിയത്തില്ല. അപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് നാൾ ഇനി അവനൊപ്പം നിൽക്കാൻ പറ്റുമോ, അതിനുള്ളിൽ നിങ്ങളുടെ ജീവിതം വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കുമെന്ന് പറയണം. അങ്ങനെ നന്ദിനി മനമില്ല മനസ്സോടെ സമ്മതമൂലാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ പത്മയാണ്. പത്മ ഇന്ദ്രജയുടെ നേർക്ക് അങ്ങ് എടുക്കുകയാണ്. എടി വൃത്തികെട്ടവളെ, നീ ഒരുത്തി കാരണമല്ലടി എനിക്ക് ഈ അവസ്ഥ വന്നത്. അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവൾ ഒരു കെട്ടുതാലി എന്നും പറഞ്ഞ് പിന്നാലെ പോയത്. അത് പിന്നെ അമ്മേ, ഏട്ടൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലിട്ട നാട്ടുകാരൊക്കെ എന്ത് പറയും, അപ്പോൾ എന്നും അവൾ ഏട്ടൻ്റെ ഭാര്യയല്ലേ. വേണ്ട, നിൻ്റെ മുഖത്തോട്ട് എൻ്റെ കൈ നോക്കി ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ, അവളങ്ങ് പോവുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ എണീറ്റ് വരവ്. അവൻ എണീറ്റ് വരുന്നതിന് മുന്നേ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് അവൾ ഈ വീട്ടിലുണ്ടോ. ഇനി കാരണമാണ് ഈ സീനുണ്ടായത്. അമ്മേ, മിണ്ടരുത് എന്ന് പറയണേ, ഇനി ഒരൊറ്റെണ്ണം എൻ്റെ മുന്നിൽ ഇരിക്കരുത്, ഒക്കെ എണീറ്റ് പോ. അപ്പോൾ വിജയ് പറയണേ, എൻ്റെ ആൻറ്റി ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത് വെഡിത്തരമായി, ഇനി നന്ദിനിയെയും കൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. അത് പിന്നെ പറയാനില്ലല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നന്ദിനിയെയും കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പോൾ കാരണം ഇപ്പോൾ അതിനൊരു കയ്യിൽ മുറിവുമായി, 3 മാസത്തെ റെസ്റ്റുമായി. ഇനി അതും പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ അച്ഛനെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നു കേട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് വേദ പറയാതെ പറ്റില്ല, മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോയിക്കോ, എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കണം. അങ്ങനെ അവളിവിടെ വീട്ടിൽ കയറില്ല എന്നുള്ളത് എൻ്റെ വാശിയാണെന്ന് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ നന്ദിനിയും സൂര്യ ഇങ്ങനെ യാത്രയിൽ വരികയാണ്. അപ്പോൾ നന്ദിനിയും സൂര്യയും ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരൊരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂര്യയുടെ അച്ഛൻ പറയണ, എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ ചെയ്യരുത്, ആ കുപ്പിച്ചിൽ വല്ല നെഞ്ചിലോ കണ്ണിലോ തറച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഏത് അവയവമാണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്,
ഞാൻ പിന്നെ എന്താ വേണ്ടത് അച്ഛാ, നന്ദിനി പോവാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നന്ദിനി മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും നന്ദിനിയെ പിടിച്ചു നിർത്തുക, ഇങ്ങനെയൊക്കെ അവനവൻ്റെ ശരീരം കൊണ്ട് കളിക്കുക, എത്രമാത്രം വേദന ഇനി അനുഭവിക്കണം, അതൊന്നും കുഴപ്പമില്ല, നന്ദിനി വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ അത് മതി. അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നു, വലിയ വേദന, ചോരയും വരുന്നുണ്ട്. അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുക. നന്ദിനി പറയണേ, നിങ്ങളിങ്ങനെ കൈ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരില്ലേ, കൈ ഒരേപോലെ വെക്ക്, ഈ പില്ലോയുടെ അടിയിൽ വെക്ക്, കൈ ഇങ്ങനെ ഇളക്കല്ലേ എന്ന് പറയണേ. അപ്പോൾ ഇത് കാണുന്ന യതീന്ദ്രൻ കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കുകയാണ്, അവളുടെ ഒരു കെയറിങ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മോനെ, അത് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയാണ്. യതീന്ദ്രൻ പറയണ, മോളെ നീ നാട്ടുംപുറത്ത് ചെയ്യുന്നത് പോലെ എൻ്റെ മകനെ നല്ലപോലെ നോക്കണം, എനിക്കെൻ്റെ മകൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണം. ഓ ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ്. രാജു പത്മയുടെ അരികിലോട്ട് പോയിട്ട് ഒരു ജ്യൂസൊക്കെ കൊടുക്കുകയാണ്. അടിപൊളി ജ്യൂസാണ്, ഇത് കുടിച്ച് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതവിടെ വെച്ചോളാം, ഞാൻ ഫയൽ നോക്കുകയെന്ന് കണ്ടില്ല, ഇനി അതവിടെ വെച്ചിട്ട് അല്ല മാഡം ഇതൊന്ന് കുടിക്കൂ, ഞാൻ പറഞ്ഞല്ലോ രാജു ഞാൻ കുടിച്ചോളാം, നീ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും, നീ പോയിക്കോ എന്ന് പറയാം. അപ്പോൾ രാജുവിന് സംസാരിക്കാനുണ്ടെന്ന് പത്മക്ക് മനസ്സിലായി, മനഃപൂർവ്വം പറഞ്ഞു വിടണം. അപ്പോൾ രാജു അങ്ങ് നടക്കുമ്പോഴാണ് രാജുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ സാർ യതീന്ദ്ര വലിയ സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ വലിയ സാറല്ല, ഇത് നന്ദിനിയാണ്. നന്ദിനി മോളെ നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഞാനിത് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്, സൂര്യ സാർ ഒരു അപകടത്തിൽ പറ്റി വരുന്നതല്ലേ, അപ്പോൾ സൂര്യ സാറിൻ്റെ അപകടം കഴിഞ്ഞ് വരുമ്പോൾ സൂര്യ സാറിന് ഒരു ആരതി ഒഴിയണം, ആരതി തട്ടൊന്ന് തയ്യാറാക്കുക. അതിനെന്താ മോളെ, ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയത്, 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തി. ആയിക്കോട്ടെ ഞാൻ തയ്യാറാക്കിയെന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് രാജു ആരതിയുമായി മുറ്റത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, എങ്ങോട്ടാണാവോ ഈ ആരതി, അത് സൂര്യ സാറ് വരുന്നുണ്ട്, സൂര്യ സാറിന് ദൃഷ്ടിദോഷം മാറട്ടെ എന്ന് കരുതിയാണ് ആരതി എടുത്തത്. അതെ, അവന് ദൃഷ്ടിയും ദോഷമൊക്കെ ഉണ്ടാക്കിയത് അവനാണ്. അപ്പോൾ അവൻ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ, അവൻ്റെ ദൃഷ്ടിയും ദോഷവും ഒക്കെ അവൻ തന്നെ അങ്ങ് മാറ്റിക്കോട്ടെ, ആരതി ഒഴിഞ്ഞ് അത് മാറ്റാൻ നിൽക്കണ്ട, മര്യാദക്ക് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോ, ഈ വഴിയിൽ നിന്നെ കാണാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. അതങ്ങ് പറയുന്നതിനോട് കൂടി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് രാജു അങ്ങ് പോകുന്നു. പിന്നീട് സൂര്യയും നന്ദിനിയും ഈ പറയുന്ന യതീന്ദ്രനൊക്കെ കയറി വരികയാണ്. ആരതിയോ ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ അവരകത്തോട്ട് കയറുകയാണ്. അപ്പോൾ സൂര്യയോട് പറയാണ് യതീന്ദ്രൻ, മോളെ നീ ഇവനെയും കൊണ്ട് അങ്ങ് പോകുമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ പത്മ, എടി നീ എന്നാ അവിടെ നിന്നെടി, നിനക്ക് പറയാനുള്ള വാക്കുകൾ നീ ഇവിടുത്തെ മരുമകളാണെന്ന് കരുതി എല്ലാവർക്കും മുന്നിൽ അങ്ങ് പറഞ്ഞിട്ടിട്ട് വീണ്ടും ഈ വീട്ടിലോട്ട് കയറാനുള്ള അടവുകളായിരുന്നു അല്ലേ, എവിടെയാണ് കുത്തേണ്ടതെന്ന് നിനക്ക് നന്നായി അറിയാം, കുത്തേണ്ടടുത്ത് തന്നെ നീ കുത്തി, എന്നിട്ട് ഈ വീട്ടിലെ റാണിയാവാനുള്ള ഉദ്ദേശമാണെങ്കിൽ അത് നടക്കത്തില്ല എന്ന് പറയണേ. അത് കേൾക്കുന്ന നന്ദിനി പറയണേ, മാഡം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാൻ ഒരുങ്ങിയതാണ്, നീ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട, ഒരുപാട് അഭിനയം നിൻ്റെ കുറച്ച് നേരത്തെ ഞാൻ കണ്ടു, ഇനി നീ അഭിനയിക്കണ്ട, എവിടെയാണ് വീഴ്ത്തേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം, അവിടെ തന്നെ നീ വീഴ്ത്തി കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്ന്. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുനിക്ക് ദേഷ്യം പിടിക്കണം. എന്നിട്ട് പറയണേ, പുറത്ത് കിടക്കുന്ന ചെരുപ്പിൻ്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവളാണ് നീ, അതുകൊണ്ട് ഈ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന സൂര്യ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, അയ്യോ നിങ്ങളൊന്ന് നിന്നേ, നിങ്ങളെന്താ പറഞ്ഞ് പുറത്ത് കിടക്കുന്ന ചെരുപ്പിൻ്റെ വിലയില്ലെന്നാ, എന്നാൽ പൂജാമുറിയിലിരിക്കുന്ന ദൈവങ്ങളുടെ വിലയിലോട്ട് ഞാൻ എൻ്റെ നന്ദിനിയെ എത്തിക്കും, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ നീ എന്നെ വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് പത്മ. പിന്നെ വെല്ലുവിളിക്കുക, അതിലും വലിയ വാക്കുകളുണ്ടെങ്കിൽ അതാണെന്ന് കൂട്ടിക്കോ, ഈ പത്മയ്ക്ക് നന്ദിനി എത്രത്തോളം വലുതാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് നന്ദിനിയെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി വരുന്നത്.